Morning, dears. This is Design and Campus നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ ജി. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പറാണ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ. ജനറൽ ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ഇംഗ്ലീഷ് ഇൻ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്? ഇംഗ്ലീഷ് ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എന്താണ് ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇമെയിൽ റൈറ്റിംഗ് ആണ്. എന്താണ് ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു ഇമെയിൽ എഴുതേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ്. സോ എന്താണ് ഇമെയിൽ റൈറ്റിംഗ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇമെയിൽ എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇമെയിൽ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കേൾക്കുന്നതാണ്, എല്ലാവർക്കും ഉള്ളതാണ് ഇമെയിൽ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാശയവിനിമയം ഇന്റർനെറ്റിലൂടെ നമ്മളൊരാശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇമെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനെറ്റിലൂടെ നമ്മൾ ഒരു ആശയവിനിമയം നടത്തുന്നത്. അത് ഫോർമൽ ആവട്ടെ ഇൻഫോർമൽ ആവട്ടെ എന്ത് വിഷയവുമാവാം, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇമെയിൽ എന്നാണ് പറയുന്നത്. അത് ആ ആശയവിനിമയം നടത്തുന്ന ആ മീഡിയത്തെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇമെയിൽ എന്നാണ് പറയുന്നത് അല്ലെ? ഇപ്പം നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇമെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇമെയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഫോർമൽ ആവാം ഇൻഫോർമൽ ആവാം എന്തും ആവാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് വഴി നമ്മളൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയത്തെ പറയുന്ന പേരാണ് എന്ത്? ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത്, ഒരു ഇമെയിൽ റൈറ്റിംഗ് നമ്മൾ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് പഠിക്കണം അല്ലേ? The traditional postal service and snail mail writing have been replaced by electronic mail or email. എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു പോസ്റ്റൽ സർവീസിൽ നിന്ന് സ്നെയിൽ മെയിലിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് എപ്പോഴാണ്? ഇമെയിൽ വന്നപ്പോഴാണ് അല്ലേ? ഇമെയിൽ വന്ന സമയത്താണ് ഈ പോസ്റ്റൽ മെയിലുകൾ, കത്തയക്കുക, അതേപോലെ തന്നെ ഈ എന്താ പറയുക ഇല്ലൻഡിൽ എഴുതി അയക്കുന്നതിന് നിന്നൊക്കെ വ്യത്യാസം വന്നത് എങ്ങനെയാണ്? ഇമെയിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ വന്നതിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. To communicate effectively via an email, it is critical to write a persuasive and understandable way. എന്താണ്? ഒരു ഇമെയിൽ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് വളരെ വ്യക്തമായ, വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു നല്ല ഇമെയിൽ നമ്മൾ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് they can become proficient in writing them for business correspondence എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കാറുള്ളത്? ഇമെയിൽ ഉപയോഗിക്കാറുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. Then writing email is still used for formal and commercial correspondence, but it is also utilized for personal communication with friends and family these days. എന്താ പറയുന്നത്? നമ്മൾ സാധാരണയായിട്ട് മെയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? മെയിൽ ഉപയോഗിക്കാറുള്ളത്. സാധാരണ ഇമെയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ഇമെയിലിലൂടെ നമ്മൾ മെസ്സേജ് ചെയ്യാറുള്ളത് എന്താണ്? ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സാധാരണ മെയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്നാണ് പറയുന്നത്. ദ ഇമേജ് ഓഫ് പക്ഷേ ഈ ഇടയിൽ ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് എന്താ സംഭവിക്കുന്നത്? ഫാമിലി കാര്യങ്ങൾ പറയാൻ, പേഴ്സണൽ കാര്യങ്ങൾ പറയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മെയിലുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. Then the image of email screen is provided above the scene sending email request using a computer. എന്താ പറയുന്നത്? നമുക്ക് ഇമെയിലുകൾ എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇമെയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അടുത്ത കാലങ്ങളായിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ പേഴ്സണൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വിവരങ്ങൾ അറിയാൻ, ഒരുപാട് കാലമായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തൊരു ഫ്രണ്ടിനെ കുറിച്ച് അറിയാൻ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മെയിലുകൾ അയക്കാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇമെയിൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ഇന്റർനെറ്റ് വഴി നമ്മളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമെയിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ
ഇതിന് നമുക്ക് എന്ത് വേണം? ഒരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മെയിൽ അക്കൗണ്ട് വേണം അല്ലേ? അപ്പം നമുക്ക് വാട്സപ്പ് എടുക്കണം. വാട്സപ്പ് നമുക്ക് ചാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്? വാട്സപ്പിൽ നമുക്കൊരു അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എന്ത് വേണം? ഒരു അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ID നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു മെയിൽ അക്കൗണ്ട് വേണം, ഒരു ഇമെയിൽ അക്കൗണ്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ടു കണ്ടിന്യൂ യു മസ്റ്റ് ഫസ്റ്റ് രജിസ്റ്റർ വിത്ത് ആൻ ഇമെയിൽ പ്രൊവൈഡർ ഇഫ് യു ഡു നോട്ട് ഓൾറെഡി ഹാവ് വൺ. എന്താ പറയുന്നത്? നമുക്ക് ഓൾറെഡി ഒരു മെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇമെയിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മളതിൽ രജിസ്റ്റർ ചെയ്യണം. ഫോർച്ചുനേറ്റ്ലി യു മേ ഒബ്റ്റെയിൻ ഫ്രീ ഇമെയിൽ അഡ്രസ് ഫ്രം നമ്പർ ഓഫ് ഫ്രീ വെബ്-ബേസ്ഡ് ഇമെയിൽ പ്രൊവൈഡേഴ്സ് വിതൗട്ട് ഹാവിങ് ടു പേ എനിത്തിങ്. എന്താ പറയുന്നത്? നമുക്ക് ഭാഗ്യവശാൽ എന്താണ്, നമുക്ക് ഒരുപാട് ഫ്രീ ഇമെയിൽ സൈറ്റ്സുകൾ കിട്ടുന്നുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. എന്തിന്? നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ, മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട്, ഒരു പേയ്മെൻറ്റ് പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇമെയിൽ അക്കൗണ്ടുകൾ, ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനുള്ള വെബ് പേജുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? എമംഗ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൺസ് ആർ ജിമെയിൽ, ഹോട്ട്മെയിൽ, റെഡിഫ്മെയിൽ ആൻഡ് യാഹൂ മെയിൽ. ഇതൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന വെബ്സൈറ്റുകൾ. നമുക്ക് മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ജിമെയിൽ, ഹോട്ട്മെയിൽ, റെഡിഫ്മെയിൽ ആൻഡ് യാഹൂ മെയിൽ. ഇത്തരത്തിലുള്ള മെയിലുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് സൈറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനടുത്ത് പറയുന്നത് ടു ബിഗിൻ സെലക്ട് കമ്പോസ് ഓർ ന്യൂ. എന്താ പറയുന്നത്? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മളൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് മെയിൽ എന്ന് പഠിച്ചു, ഇമെയിൽ എന്താണെന്ന് പഠിച്ചു, ഇമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇമെയിൽ ഒരു മെസ്സേജ് നമുക്ക് അയക്കണം. ഇമെയിലിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് നമുക്ക് അയക്കണം. സോ അപ്പോൾ നമ്മൾ എന്താണ് മെയിൽ എന്ന് പഠിച്ചു, എങ്ങനെയാണ് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു മെസ്സേജ് അയക്കേണ്ടത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യു മസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ എ ന്യൂ ബ്രാൻഡ് empty message box before you can begin writing an email. The Percy process varies based on the service you use, but generally speaking, the button at the top of page will say something like compose new or new message. എന്താ പറയുന്നത്? നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകൾ ഭാഗത്തായിട്ട് എന്തുണ്ടായിരിക്കും? കമ്പോസ് അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ കഴിയും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്? നമ്മൾ മെയിൽ ID ക്രിയേറ്റ് ചെയ്തു. എന്താണ് മെയിൽ എന്ന് പഠിച്ചു, മെയിൽ ID ക്രിയേറ്റ് ചെയ്തു. നമുക്ക് മെയിൽ അയക്കണം, നമുക്കൊരു മെസ്സേജ് അയക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ID ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും? അവിടെ കമ്പോസ് അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്നൊരു ബോക്സ് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് കാണാൻ കഴിയും. അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മെസ്സേജ് എഴുതേണ്ടത്. നമുക്ക് എന്താണോ പറയാനുള്ളത് ആ മെസ്സേജ് നമ്മൾ ആ എംപ്റ്റി ബോക്സിനകത്താണ് എഴുതേണ്ടത്. അടുത്തത് പറയാനുള്ളത് പ്രൊവൈഡ് ദ ഇമെയിൽ അഡ്രസ് ഓഫ് ദ റെസിപ്റ്റൻറ്റ്. എന്താ പറയുന്നത്? നമുക്ക് എന്ത് വേണം? ഇമെയിൽ അഡ്രസ്സ്. നമ്മൾ ആർക്കാണ്? ഇപ്പോൾ നമ്മൾ ഒരു കത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് അയക്കുക അല്ലേ? പക്ഷെ മെയിൽ അയക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതുന്ന ആളുടെ മെയിൽ ID ആണ് നമുക്ക് വേണ്ടത്. ആ മെയിൽ ID നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ മെയിൽ അയക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മെയിൽ ID ഉള്ളതുപോലെ നമ്മൾ അയക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? ഒരു മെയിൽ ID ഉണ്ടാവും. ആ മെയിൽ ID നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൽ അയക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സന്ദേശം, നമ്മുടെ മെസ്സേജ് അയക്കേണ്ടത്. അല്ലാതെ നമ്മൾ സാധാരണ ഒരു കത്ത് എഴുതുന്നത് പോലെ അഡ്രസ്സിലേക്കല്ല അയക്കുക, നമ്മുടെ മെയിൽ ID അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് വേണം? അവരുടെ മെയിൽ ID നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെയിൽ എന്താണെന്ന് പഠിച്ചു, എങ്ങനെ മെയിൽ ID ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, എങ്ങനെ മെയിൽ ID മെസ്സേജ് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, ആരുടേക്കാണ് അയക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെ അയക്കേണ്ടത്? നമ്മൾ അഡ്രസ്സിലേക്കല്ല, അവരുടെ മെയിൽ, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ മെയിൽ ID നമ്മൾ അയക്കേണ്ടത്. ദെൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ റൈറ്റ് യുവർ ഇമെയിൽ ബോഡി. എന്താ പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ, ഇപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുന്നത് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല മെയിലിൽ അയക്കേണ്ടത്. സിമ്പിളായിട്ട് അയച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൽ അയക്കേണ്ടത്. ദെൻ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ടായിരിക്കും? സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്താണ് ഉണ്ടാവുക? സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ മെയിൽ അവർക്ക് സക്സസ്ഫുള്ളി അവിടെ
സെൻഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? എന്താണ് മെയിൽ എന്ന് പഠിച്ചു. മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെയിലാണ്. ഇൻ്റർനെറ്റ് വഴി നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന. അതിൽ കയറി നമ്മളൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ ID വേണം. ആ മെയിൽ ID നമുക്ക് വെബ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കമ്പോസ് അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്റ്റി ആയിട്ടുള്ളൊരു ബോക്സ് നമുക്ക് കാണാൻ കഴിയും. ആ ബോക്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെസ്സേജുകൾ എഴുതേണ്ടത്. പക്ഷെ നമ്മൾ ആർക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്? നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ലെറ്റർ എഴുതുന്നത് പോലെ ഒരാളുടെ അഡ്രസ്സിലേക്കല്ല നമ്മൾ സെൻഡ് ചെയ്യുക. അയക്കുന്ന ആളുടെ മെയിൽ ID-യിലേക്കാണ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ എഴുതുക. വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം താഴെ നമുക്ക് എന്തുണ്ടാവും? സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൽ സക്സസ്ഫുള്ളി അവിടെ കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിൽ, എങ്ങനെയാണ് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഇമെയിൽ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.